ഇപ്പോൾ ടെലിവിഷൻ താരങ്ങളൊക്കെ തന്നെ പൊങ്കാലയിടാനായി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വന്ന മിക്കവാറും ആൾക്കാരെല്ലാം കണ്ട് നമ്മുടെ സീമാജി നായരെ അവിടെ കണ്ടില്ല. പക്ഷേ ഈ ആൾക്കൂട്ടത്തിനിടെ നമ്മൾ എവിടെ കണ്ടുപിടിക്കാനാണ്? അപ്പോൾ പല ആളുകളെയും നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നുണ്ട് ചില ആളുകളിൽ. അങ്ങനെയാണ് ചിപ്പിയെക്കുറിച്ച് ചോദിച്ചത് ആൾക്കാർ. അപ്പോൾ പ്രവിത ലക്ഷ്മിയിലേക്ക് നമ്മൾ പോകുന്നു. പ്രവിത ലക്ഷ്മി, അപ്പോൾ ജലജ എൻ്റെ ഒരു അന്വേഷണം പറഞ്ഞേക്കൂ, കാര്യങ്ങളൊക്കെ ചോദിക്കൂ. തീർച്ചയായിട്ടും ശ്രീകണ്ഠൻ സാർ അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അന്വേഷണം അപ്പോൾ വീണ്ടും ഒരു പൊങ്കാലക്കാലം കൂടി വന്നിരിക്കുന്നു. അങ്ങനെ പൊങ്കാല ഇടാൻ സാധിച്ചു. എന്താണെന്ന് പ്രത്യേക നൈവേദ്യം? പ്രത്യേക നൈവേദ്യമല്ല, എല്ലാ പ്രാവശ്യം അമ്മയ്ക്ക് വന്ന് പായസം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അത് തന്നെയാണ്. വന്നിടാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വർഷമായിട്ട് അടുപ്പിച്ച് വരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ്. പിന്നെ ഓരോ വർഷവും കാണുന്ന പോലെ ജനങ്ങളുടെ തിരക്ക് കൂടി വരികയാണ്. അപ്പം സ്ത്രീകളുടെ ശബരിമല ഇത്രയും ജനങ്ങൾ വന്ന് സ്ത്രീകൾ വന്നിട്ട് ഇതിൽ പങ്കെടുക്കാൻ അവർക്കും സാധിക്കുന്നു എന്നറിയുമ്പം അല്ലെങ്കിൽ കാണുമ്പം തന്നെ നമുക്ക് വളരെയധികം സന്തോഷം. വരുന്ന വഴി നല്ല, അപ്പം ഞാൻ കുറവംകുണത്തു നിന്നാണ് വരുന്നത്. അവിടുന്ന് വരുന്ന വഴി തന്നെ ഇത്രയും അധികം റോഡുകളിലെല്ലാം ആൾക്കാരെല്ലാം സഹിച്ചും ക്ഷമിച്ചും എല്ലാം വന്നിരിക്കുന്നു. അതിന് ഒരു അമ്മയോടുള്ള ആ ഒരു ഭക്തിയും വിശ്വാസവും അല്ലേ, അത് ഓരോ വർഷം പോകുന്തോറും കൂടി വരുന്നു. അത് നമ്മൾക്കും അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമായിട്ടാണ്. വ്രതം നോറ്റിട്ടാണ് വരിക. എന്തായാലും എന്താ വെച്ചാൽ വന്ന് തൊഴാനുള്ളൊരു ഭാഗ്യം കിട്ടുന്ന, അപ്പോൾ ആ വ്രതം എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇല്ല, ഇന്ന് തൊഴുതില്ല. ഞാനൊരു 2-3 ദിവസം മുമ്പ് വന്നിരുന്നു. ഇനിയും ഇപ്പം പൊങ്കാല ഇട്ടിട്ട് ഉണ്ടായിരുന്നു, മോളും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അവൾ വന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ ചലച്ചിത്ര താരം ജലജയുടെ വിശേഷങ്ങൾ. SKനോടും അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. SKൻ ഇവിടെ ഒരുപാട് പേര് ഇതുപോലെ ഓക്കെ, താങ്ക് യു പ്രവിതലക്ഷ്മി. പല ചലച്ചിത്ര താരങ്ങളും ടെലിവിഷൻ താരങ്ങളും ഒക്കെ തന്നെ തലസ്ഥാന നഗരിയിലുണ്ട്. ആറ്റുകാൽ പൊങ്കാല അവർക്കൊക്കെ തന്നെ എല്ലാ വർഷവും ഒരു മിസ് ചെയ്യാതെ പൊങ്കാല നിവേദ്യം അർപ്പിക്കാനായിട്ട് തിരുവനന്തപുരത്ത് എത്തും. ഇപ്പോൾ ഗോപിക സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു, തമ്പാനൂരിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം, ഒരുപാട് പേര് ഈ ഭക്തജനലക്ഷങ്ങൾ വണ്ടി ഇറങ്ങുന്നത് ഈ തമ്പാനൂരിലാണ്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും അതുപോലെ KSRTC ബസ് സ്റ്റേഷനും അവിടെ തമ്പാനൂരാണുള്ളത്.